പ്രാരംഭ രാത്രിയിൽ നിങ്ങളോടെല്ലാവരോടും കൂടെ ചേർന്ന് കർത്താവിനെ ആരാധിപ്പാനും ദൈവത്തിൻ്റെ വിശുദ്ധ വചനവുമായി നിങ്ങളെ ശുശ്രൂഷിക്കുവാനും ദൈവം അനുവദിച്ച വിലപ്പെട്ട അവസരത്തിനായി കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. വിശേഷിച്ചും ഇന്ന് രാത്രി യോഗത്തിന് അധ്യക്ഷത വഹിക്കുന്ന അനുഗ്രഹീത കർത്തൃദാസൻ ഈ സെൻറ്ററിന് അനുഗ്രഹിക്കപ്പെട്ട ആത്മീയ നേതൃത്വം നൽകുമ്പോൾ തന്നെ ന്യൂഡിയ ദൈവസഭയുടെ കേരള സ്റ്റേറ്റിൻ്റെ വൈസ് പ്രസിഡൻ്റായും അപ്പോൾ തന്നെ മിഷൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഡയറക്ടറൊക്കെയായി പ്രയോജനപ്പെട്ടുകൊണ്ടിരിക്കുന്ന അനുഗ്രഹീത കർത്തൃദാസൻ പ്രിയ തോമസൂട്ടി പാസ്റ്റർ, ജെയിംസ് വർഗീസ് പാസ്റ്റർ, സൈലസ് മാത്യു പാസ്റ്റർ, മറ്റനുഗ്രഹീതരായ കർത്തൃദാസന്മാരുടെ ഒരു നീണ്ട നിര തന്നെ ഞാനിവിടെ കാണുന്നു. ഏറ്റവും മനോഹരമായ ഗാനങ്ങൾ പാടുന്ന വത്സല സഹോദരൻ കർത്തൃദാസൻ ജിസൻ ആൻ്റണിയുടെ നേതൃത്വത്തിലുള്ള കൊയർ ടീം ഈ സ്ഥലത്ത് നിന്ന് കർത്താവിൻ്റെ സ്നേഹം അറിഞ്ഞ നാൾ മുതൽ അറിഞ്ഞ സത്യത്തിൻ്റെ ധീരസാക്ഷികളായി ദൈവനാമ മഹത്വത്തിനായി നിലയായി നിൽക്കുന്ന ദൈവമക്കൾ ഈ ശബ്ദവാഹിനിയിലൂടെ അടുത്തും അകലെയും ഇരുന്ന് ദൈവജനം ശ്രവിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവിൻ്റെ ധന്യമേറിയ നാമത്തിൽ വന്ദനം ചെയ്യട്ടെ. ഇന്ന് രാത്രിയിൽ നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ ഹൃദയത്തിൽ ദൈവം പ്രേരണ തന്ന ഒരു തിരുവചന ഭാഗത്തിലേക്ക് ശ്രദ്ധയെ കൊണ്ടുപോകുമ്പോൾ പ്രാരംഭമായി നാം വായിക്കുന്ന വാക്യം വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 19-ാമത്തെ അധ്യായത്തിൻ്റെ 5-ാമത്തെ വാക്യമാണ്. മൈക്കിലൂടെ ആ വാക്യം വായിക്കുവാൻ പറ്റുമെങ്കിൽ നന്നായിരിക്കും. ആ നിലകളിൽ അത് ചെയ്യുക. ലൂക്കോസിൻ്റെ സുവിശേഷം 19-ാം അധ്യായത്തിൻ്റെ 5-ാമത്തെ തിരുവചനം. അവൻ ആ സ്ഥലത്തെത്തിയപ്പോൾ മേളിലോട്ട് നോക്കി, സക്കായിയെ, വേഗം ഇറങ്ങി വാ, ഇന്ന് ഞാൻ നിൻ്റെ വീട്ടിൽ പാർക്കേണ്ടതാകുന്നു എന്നവനോട് പറഞ്ഞു. സുവിശേഷങ്ങളുടെ പ്രത്യേകത നമുക്കെല്ലാവർക്കും അറിയാം. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശു ക്രിസ്തുവിനെ സംബന്ധിക്കുന്ന ചെറുതും വലുതുമായ 150 സംഭവങ്ങളാണ് 4 സുവിശേഷ പുസ്തകങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. യേശു പറഞ്ഞ 43ഓളം ഉപമകളും യേശുവിൻ്റെ ജനനം, മരണം, ഉയർപ്പ് ഉൾപ്പെടെയുള്ള 40ഓളം അത്ഭുതങ്ങളടങ്ങിയ 150ഓളം വിശേഷങ്ങളാണ് 4 സുവിശേഷങ്ങളുടെ പ്രധാനപ്പെട്ട പ്രമേയം. അപ്പം തന്നെ യേശുക്രിസ്തുവിൻ്റെ പ്രധാനപ്പെട്ട പഠിപ്പീരായിരുന്ന ദൈവരാജ്യം എന്ന വിഷയം സുവിശേഷത്തിൻ്റെ കാതലായ ഒരു പഠന വിഷയമാണ്. ദൈവരാജ്യം എന്ന വിഷയത്തെ പഠിപ്പിക്കുവാനായിട്ട് ഏകദേശം 15ഓളം ഉപമകൾ കർത്താവ് ഉപയോഗിക്കുന്നത് നമുക്ക് സുവിശേഷങ്ങളിൽ മനസ്സിലാക്കാൻ കഴിയും. അതിൽ 5 കൃഷിയുമായി ബന്ധപ്പെട്ട്, 4 പണവുമായി ബന്ധപ്പെട്ട്, 2 വിരുന്നുമായി ബന്ധപ്പെട്ട്, 1 മീൻപിടുത്തവുമായി ബന്ധപ്പെട്ട്, മറ്റൊരെണ്ണം ഭക്ഷണം പാകം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട്, അങ്ങനെ 15 ഉപമകൾ ദൈവരാജ്യം സംബന്ധിച്ച് സുവിശേഷങ്ങളിൽ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. ദൈവരാജ്യത്തോടുള്ള ബന്ധത്തിൽ സുവിശേഷ പുസ്തകങ്ങളിൽ നാം ഒന്ന് വീക്ഷണം നടത്തുമ്പോൾ ദൈവരാജ്യം സംബന്ധിച്ച് ഏറ്റവും പ്രാധാന്യത്തോടെ പഠിക്കാൻ പറ്റുന്ന അധ്യായം മത്തായി സുവിശേഷം 13-ാമത്തെ അധ്യായം. മത്തായി സുവിശേഷം 13-ാം അധ്യായത്തിൽ ദൈവരാജ്യം സംബന്ധിക്കുന്ന 7ഓളം ഉപമകൾ നമുക്ക് കാണുവാനായിട്ട് കഴിയും. 1-ാമത്തെ ഉപമ 13-ാം അധ്യായത്തിൻ്റെ 3 മുതൽ 9 വരെയുള്ള വാക്യങ്ങളിലെ വിതക്കാരൻ്റെ ഉപമയാണ്. 2-ാമത്തെ ഉപമ മത്തായി സുവിശേഷം 13-ാം അധ്യായത്തിൻ്റെ 24 മുതൽ 30 വരെയുള്ള വാക്യങ്ങളിൽ കളയുടെ ഉപമയാണ്. 3-ാമത്തെ ഉപമ മത്തായി സുവിശേഷം 13-ന്റെ 31, 32 വാക്യങ്ങളിൽ കടുകുമണിയുടെ ഉപമയാണ്. 4-ാമത്തെ ഉപമ മത്തായി സുവിശേഷം 13-ാം അധ്യായത്തിൻ്റെ 33-ാമത്തെ വാക്യത്തിൽ പുളിച്ച മാവിൻ്റെ ഉപമയാണ്. ദൈവരാജ്യം സംബന്ധിച്ച് 5-ാമത്തെ ഉപമ മത്തായി സുവിശേഷം 13-ാം അധ്യായത്തിൻ്റെ 44-ാമത്തെ വാക്യത്തിൽ മറഞ്ഞിരിക്കുന്ന നിധിയുടെ ഉപമയാണ്. 5-ാമത്തെ ഉപമ ദൈവരാജ്യം സംബന്ധിച്ച് 13-ാം അധ്യായത്തിൽ പറയുന്നത് മത്തായി 13-ന്റെ 45, 46 വാക്യങ്ങളിൽ വിലയേറിയ മുത്തിൻ്റെ ഉപമ രേഖപ്പെടുത്തിയിരിക്കുന്നത് കാണുവാൻ കഴിയും. അപ്പൊ തന്നെ മത്തായി സുവിശേഷം 13-ാം അധ്യായത്തിൻ്റെ 47 മുതൽ 50 വരെയുള്ള വാക്യങ്ങളിൽ ദൈവരാജ്യത്തിലെ 7-ാമത്തെ ഉപമ വലയുടെ ഉപമയാണെന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. അപ്പം ദൈവരാജ്യം സംബന്ധിച്ച് ഏറ്റവും പ്രാധാന്യമുള്ള ഒരു അധ്യായമാണ് മത്തായി സുവിശേഷം 13-ാം അധ്യായം. അത് കഴിഞ്ഞാൽ ദൈവരാജ്യത്തെ സംബന്ധിച്ച് സുവിശേഷങ്ങളിൽ ഏറ്റവും പ്രാധാന്യമുള്ള അധ്യായം ഞാൻ വായിച്ച കുറിവാക്യം നിൽക്കുന്ന ലൂക്കോസിന്റെ സുവിശേഷം
19-ാമത്തെ അധ്യായമാണ്. ലൂക്കോസിന്റെ സുവിശേഷം 19-ാം അധ്യായത്തിന്റെ പ്രത്യേകത, ഭൗതിക സമ്പത്തിന്റെ ലോകത്തിൽ നിന്ന് ദൈവരാജ്യത്തിലേക്ക് ഒരാൾ പലായനം ചെയ്യപ്പെടുമ്പോൾ അവരഭിമുഖീകരിക്കുവാൻ സാധ്യതയുള്ള 4ഓളം പ്രതികരണങ്ങളെ കുറിച്ചാണ് ലൂക്കോസ് 19-ാം അധ്യായത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത്. ഞാൻ അവിടേക്കൊന്നും പോകുന്നില്ല. അതിലൊരു പ്രതികരണം, അത് ദൈവരാജ്യത്തിൽ ആരെത്തപ്പെടണമെങ്കിലും അവരിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന ഒന്നാമത്തെ പ്രതികരണമാണ് അന്വേഷണത്തിന്റെ പ്രതികരണം. നമുക്കറിയാം, മനുഷ്യന്റെ നിലനിൽപ്പ് മുഴുവൻ എന്തിലാ? അന്വേഷണങ്ങളില, അല്ലേ? മനുഷ്യൻ പുരോഗതിയിൽ നിന്ന് പുരോഗതിയിലേക്ക് എത്തപ്പെട്ടതിൻ്റെ കാരണം, മനുഷ്യൻ ഭൂഖണ്ഡാതിർത്തികളെ ഭേദിച്ചതിൻ്റെ കാരണം, മനുഷ്യൻ വലിയ വലിയ കണ്ടുപിടുത്തങ്ങൾ കണ്ടുപിടിച്ചതിൻ്റെ കാരണം, അതെല്ലാം അന്വേഷണങ്ങളുമായി ബന്ധപ്പെട്ടാണെന്നുള്ള യാഥാർത്ഥ്യം എനിക്കും നിങ്ങൾക്കുമെല്ലാം ഒരുപോലെ അറിയാവുന്ന വസ്തുതയാണ്. ഈ അന്വേഷണത്തിൻ്റെ പ്രതികരണത്തിലേക്ക് നാം വരുമ്പോൾ അവിടെ ഏറ്റവും വളരെ ഗൗരവത്തോടെ പഠിക്കേണ്ട ഒരധ്യായമാണ് ലൂക്കോസിന്റെ സുവിശേഷം 19-ാം അധ്യായത്തിന്റെ 5-ാമത്തെ വാക്യം അടങ്ങിയിരിക്കുന്ന ആ ഭാഗം. മഹാനായ ഹെരോദാവിന്റെ മകൻ അർക്കല്ലേയോസ് മോടിപിടിപ്പിച്ച യെരിഹോ കടന്ന് 48 കിലോമീറ്റർ സഞ്ചരിച്ച് യെറുശലേമിലേക്കുള്ള യേശുവിൻ്റെ 3-ാമത്തെയും അവസാനത്തെയും യാത്ര. ആ യാത്രയിലാണ് ആയിരങ്ങൾ യേശുവിനെ കാണുവാനായിട്ട് ജെറിക്കോയിൽ തടിച്ചുകൂടിയിരിക്കുക. അതിനൊരു കാരണമുണ്ട്. ഇവിടെ നിന്ന് ചില കിലോമീറ്ററുകൾ എന്ന് പറഞ്ഞാൽ, കൃത്യം പറഞ്ഞാൽ ജെറിക്കോയിൽ നിന്ന് 15 മൈൽ അപ്പുറത്ത് ബഥാനിയ എന്ന ഗ്രാമത്തിൽ ഇന്നേക്ക് ചില ദിവസങ്ങൾക്ക് മുമ്പ് വലിയൊരു അത്ഭുതം നടന്നു. എന്താ അത്ഭുതം എന്നറിയാവോ? മരിച്ച് കല്ലറയുടെ അകത്ത് 4 ദിവസമായിട്ടിരുന്ന ഒരു മനുഷ്യൻ ഉയർക്കപ്പെട്ടു, അവൻ ജീവിക്കപ്പെട്ടു. അങ്ങനെ അവനെ ജീവിപ്പിക്കുവാൻ അധികാരം പ്രാപിച്ചയാള് ഈ ജെറിക്കോയുടെ ഈ പരിഭ്രാന്ത പ്രദേശങ്ങളിലൂടെ പോകുന്നുവെന്നുള്ള ആ യാഥാർത്ഥ്യം അറിഞ്ഞപ്പോഴത്തേന് ആളുകൾ തിക്കി തിരക്കി ആ ആളിനെ കാണുവാനായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. ഈ കൂട്ടത്തിലൊരു മനുഷ്യൻ, നീളത്തിലൊക്കെ കുറിയൊരു മനുഷ്യൻ, സക്കറിയാസ് എന്ന വാക്കിന്റെ അർത്ഥം നീതിമാൻ എന്ന് തന്നെയാണ്. ആ മനുഷ്യൻ ഇങ്ങനെ യേശുവിനെ കാണാൻ ശ്രമിക്കുക. പക്ഷേ ആൾക്കൂട്ടം അവന്റെ കാഴ്ച മറയ്ക്കുക. ആൾക്കൂട്ടം കാഴ്ച മറയ്ക്കും, പാരമ്പര്യം കാഴ്ച മറയ്ക്കും. യേശുവിനെ കാണാൻ അവരെപ്പോഴും അനുവദിച്ചെന്ന് വരത്തില്ല. പക്ഷെ അതിനെയെല്ലാം അതിജീവിച്ചുകൊണ്ട് അവനൊരു മരത്തെ കയറുക. പക്ഷെ ആ മരത്തേൽ അവനങ്ങ് സ്റ്റക്കായിപ്പോയി, ആ മരത്തേൽ അവനങ്ങ് ഇരുന്നു പോയി. ദൈവത്തിന് സ്തോത്രം. ജീവിതത്തിൽ ഇരുന്നു പോകാത്ത മനുഷ്യരുണ്ടോ? അല്ലേ? ജീവിതത്തിന്റെ പ്രത്യേകമാകുന്ന ചില സാഹചര്യങ്ങളിൽ മനുഷ്യരൊക്കെ ഇരുന്നു പോകും. നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരു അപകടം നമ്മുടെ മുമ്പിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഇരുന്നു പോകും, അല്ലേ? പ്രതീക്ഷിക്കാത്ത ഒരു മരണം നമ്മുടെ വീട്ടിൽ കയറി വന്നാൽ നമ്മൾ ഇരുന്നു പോകും. അങ്ങനെ ഇരുന്നു പോയ എത്രയോ മനുഷ്യരെ എഴുന്നേൽപ്പിച്ച ചരിത്ര വിശുദ്ധ ബൈബിളിന്റെ ചരിത്രം. 38 വർഷമായിട്ടൊക്കെ ഇരുന്നു പോയ ഒരു മനുഷ്യൻ, ആ സൈക്കിളിലൊന്നും ഒരു മാറ്റവും ഇല്ല. എല്ലാ ദിവസവും ദൂതനിറങ്ങുന്നു, എല്ലാ ദിവസവും കുളം കലങ്ങുന്നു, എല്ലാ ദിവസവും ആരെങ്കിലുമൊക്കെ സൗഖ്യം പ്രാപിക്കുന്നു, എല്ലാ ദിവസവും തനിക്ക് മാത്രം വിടുതൽ കിട്ടുന്നില്ലല്ലോ എന്നുള്ള ചിന്തയോടുകൂടി ആ മനുഷ്യൻ നിരാശയോടെ മടങ്ങുന്നു. അങ്ങനെയൊക്കെ ഇരുന്നു പോയ ഒരു മനുഷ്യൻ, ആ മനുഷ്യനോട് സ്വർഗം പറയുക, എഴുന്നേക്കുക, എഴുന്നേക്കുക, എഴുന്നേക്കുക. ഇത് തന്നെയാ ഈ മനുഷ്യനോടും ദൈവം പറയുന്നത്, ഇറങ്ങി വാ. എവിടാണോ നീ സ്റ്റക്കായിരിക്കുന്നത് അവിടെ നിന്ന് ഇന്ന് രാത്രി നീ ഇറങ്ങി വാ. ഞാനിവിടെ വന്നത് ഇത്രയും മാത്രം പറയാനായിട്ടാ. ഏതൊക്കെയോ മേഖലകളിൽ സ്റ്റക്കായി ഇരുന്നു പോയ ചില മനുഷ്യരെ നോക്കിക്കൊണ്ട് ദൈവത്തിന് ഇന്ന് രാത്രി ഒരു സന്ദേശമുണ്ട്. ഇനിയും നിങ്ങൾ ഇരിക്കേണ്ട, ഇത് നിങ്ങൾ എഴുന്നേക്കേണ്ട സമയമാ. ഇത് നിങ്ങൾ ഇറങ്ങി വരേണ്ട സമയം. ഇനി നിങ്ങൾ ഇരിക്കേണ്ട. എവിടാണോ നിങ്ങൾ ഇരുന്നു പോയത്, ആ ഇരുന്നു പോയിടത്തു നിന്ന് ഇറങ്ങി വരുവാൻ സ്വർഗത്തിലെ ദൈവ സ്നേഹത്തോടെ നിങ്ങളെ വിളിക്കുക. ഈ മനുഷ്യൻ ഒരു മരത്തേല സ്റ്റക്കായി പോയത്. ഈ മരം, ആ മരത്തിൽ സ്റ്റക്കായ മനുഷ്യനെ കർത്താവ് വിളിച്ചു പറയാം, ഇറങ്ങി വാ, ഞാൻ നിനക്ക് വേണ്ടി ചിലതൊക്കെ ചെയ്യാൻ പോവാ. എന്താ ചെയ്യാൻ പോകുന്നത്? 1, നിന്റെ വീടിനെ ഞാൻ ഇന്ന് തുറക്കും. 2, നിന്റെ ഹൃദയത്തെ ഞാൻ ഇന്ന് തുറക്കും. 3, നിന്റെ ഭാവിയെ ഞാൻ ഇന്ന് തുറക്കും. 4, നിന്റെ മുമ്പിൽ ഒരു നിത്യതയെ ഞാൻ ഇന്ന് തുറക്കും. ഇന്ന് രാത്രി ആരെങ്കിലുമൊക്കെ ഇരുന്നു പോയവരുണ്ടെങ്കിൽ എനിക്ക് നിങ്ങളോടൊരു സന്ദേശമേ പറയാനുള്ളൂ. ഇന്ന് രാത്രി ദൈവം നിങ്ങൾക്ക് വേണ്ടി ചിലത് തുറക്കാൻ ആഗ്രഹിക്കുന്ന സമയ.
ബൈബിളിന്റെ ചരിത്രം പഠിക്കുമ്പോൾ ഇരുന്നു പോയ എത്രയോ മനുഷ്യരോട് എഴുന്നേക്കാനാ ദൈവത്തിന്റെ സന്ദേശം. 38 വർഷമായിട്ട് ഇരുന്നു പോയ ആ സഹോദരൻ, 18 വർഷമായിട്ട് കൂന് നിമിത്തം ആ രോഗത്തിന് അടിമപ്പെട്ട സഹോദരി, അവൾ വിചാരിക്കുക ഇനി എൻ്റെ കണ്ണുകൊണ്ട് ഞാൻ ഒരു ഉയർച്ചയും കാണത്തില്ല. കാരണം കൂനിപ്പോയാൽ പിന്നെ ജീവിതത്തിൽ ഒരു ഉയർച്ച കാണാൻ പറ്റുമോ? കൂനിപ്പോയവരെപ്പോഴും താഴ്ചയല്ല കാണത്തുള്ളൂ. അവളോട് തന്നെ പറഞ്ഞു, എൻ്റെ ഈ കണ്ണിനി ഒരിക്കലും ഒരു ഉയർച്ച കാണത്തില്ല, എൻ്റെ കണ്ണുകൊണ്ട് ഞാൻ ഇനി ഒരു ഉയർച്ച കാണത്തില്ല. പക്ഷെ ഇന്ന് രാത്രി ഞങ്ങൾക്കൊരു സന്ദേശം പറയാനുണ്ട്. എത്ര കൊല്ലമായിട്ട് കൂനിപ്പോയ വീടാണെങ്കിലും ഇന്ന് രാത്രി ദൈവം നിന്നെ അങ്ങോട്ട് തൊട്ടാലുണ്ടല്ലോ. പ്രിയ തോമസുട്ടിച്ചാൻ ശുശ്രൂഷയിൽ 50ഓളം വർഷങ്ങൾ അടുക്കുന്ന ഒരു ദൈവദാസനാണ്. എനിക്ക് അദ്ദേഹത്തെ കുറിച്ചുള്ള ആദ്യത്തെ ഓർമ്മ 1992 ചന്തക്കുന്നിൽ താമസിക്കുന്ന സമയം. അന്ന് ജാൻസി ചേച്ചി ആ വീട്ടിലില്ല, വിദേശത്തോടെ പോയിരിക്കുന്ന സമയം. ഒറ്റയ്ക്ക് താനും 4 കുഞ്ഞുങ്ങളുമായിട്ട് ആയിരിക്കുന്ന ഒരു സമയം. പിള്ളേരെല്ലാം കൊച്ചു പിള്ളേർ. ഞാനും എൻ്റെ പിതാവും കൂടെ ശുശ്രൂഷയ്ക്ക് വന്നത് ഇന്നും എൻ്റെ ഓർമ്മയിലുണ്ട്. എൻ്റെ അപ്പൻ ഇപ്പോഴും പറയും, തോമസൂട്ടി പാസ്റ്ററെ അന്നത്തെ ആ പ്രാർത്ഥനയുടെ പ്രാന്ത്. അങ്ങനെ എൻ്റെ അപ്പൻ ഇപ്പോഴും പറയുന്നത്, പ്രാർത്ഥിച്ച് ഇരുട്ടത്തൂടെ നടന്ന് പ്രാർത്ഥിച്ച് നെറ്റിയെ തലയിടിച്ചതൊക്കെ ഇപ്പോഴും എൻ്റെ ഓർമ്മയെ കിടപ്പുണ്ട്. ദൈവത്തിന് സ്തോത്രം. പക്ഷേ ഒരു കാര്യം സത്യ, ഇരുന്നു പോയി ഇവിടെ അവസാനിച്ചെന്നൊക്കെ പറഞ്ഞ എത്രയോ മനുഷ്യരുടെ മുമ്പിൽ ഇന്ന് എഴുന്നേറ്റ് നിൽക്കാൻ ഈ കർത്തൃദാസനെയൊക്കെ ദൈവം ബലപ്പെടുത്തിയെങ്കിൽ ഇവരുടെയൊക്കെ അനുഭവത്തെ കൂട്ടുപിടിച്ചുകൊണ്ട് ഞാനൊരു കാര്യം ഉറപ്പായിട്ടും പറയും, എവിടെയെങ്കിലും ഒക്കെ ഇരുന്നു പോയവരാ നിങ്ങളെങ്കിൽ ഈ യോഗം നിങ്ങൾക്ക് വേണ്ടിയുള്ള യോഗ, നിങ്ങളെ എഴുന്നേൽപ്പിക്കാനുള്ള യോഗ. നിങ്ങൾ ഒത്തിരി പേടിക്കൊന്നും വേണ്ട. ഒരു 9:15 1 മിനിറ്റ് പോലും ഞാൻ പ്രസംഗിക്കത്തില്ല. ഇനി ഒരു 15 മിനിറ്റിനപ്പുറത്ത് 1 മിനിറ്റ് പോലും ഞാൻ പ്രസംഗിക്കത്തില്ല. അതിന് ഞാൻ ഉറപ്പു തരാം. അതുകൊണ്ട് നിങ്ങൾ സമയത്തിന്റെ കാര്യത്തിൽ ഒട്ടും പേടിക്കണ്ട. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, ഇന്ന് രാത്രി ആ 15 മിനിറ്റിനകത്ത് ഇരുന്നു പോയ ചില കുടുംബങ്ങളെ സ്വർഗത്തിലെ ദൈവം എഴുന്നേൽപ്പിക്കാൻ ആഗ്രഹിക്കുന്ന സമയമാ. നിന്റെ കണ്ണുകൊണ്ട് നീ ഒരു ഉയർച്ച കാണും. എത്ര പേര് രാത്രി ഉറച്ചു വിശ്വസിക്കുന്നുണ്ട്, എന്റെ കണ്ണുകൊണ്ട് എന്റെ തലമുറയുടെ ഉയർച്ച ഞാൻ കാണും? ഹല്ലേലൂയ. സ്വപ്നങ്ങളൊക്കെ നഷ്ടപ്പെട്ട് ഇരുന്നു പോയ ചില മനുഷ്യർ. ഇതിന് എത്ര തെളിവുകളാ ബൈബിളിലുള്ള? 2 വാക്യങ്ങൾ ഞാൻ പറയും. ഉൽപ്പത്തി 35:1 യാക്കോബിനെ ദൈവം വിളിച്ചു പറയുന്ന ഒരു വാക്കുണ്ട്, എടാ എഴുന്നേറ്റ് ബഥേലിലേക്ക് പോ. അല്ലെ, മലയാളത്തിൽ ബഥേലിലേക്ക് പോകാനേ പറയുന്നുള്ളൂ പാസ്റ്ററെ. പക്ഷെ ഇംഗ്ലീഷിൽ പറയുന്നത് എറേസ് ആൻഡ് ഗോ ടു ബഥേൽ, അല്ലെ, വേക്ക് അപ്പ് ആൻഡ് ഗോ ടു ബഥേൽ, അല്ലെ, എഴുന്നേറ്റ് പോകാനാ പറയുന്നത്. ഈ മനുഷ്യൻ ഇരുന്നു പോയ മനുഷ്യനാ. ഞാൻ ഈ മനോരമ പത്രം വായിക്കാൻ തുടങ്ങിയിട്ട് എനിക്ക് തോന്നുന്നു എനിക്ക് 44 വയസ്സായി. ഈ ഒരു 33 വർഷത്തെ പരിചയയിലും മനോരമ പത്രമായിട്ടുണ്ട്. അന്നു മുതലും മാറാത്ത ഒരു പരസ്യം ഇപ്പോഴും എൻ്റെ ഓർമ്മയിലുണ്ട്. അത് ഈ സൺഡേ സപ്ലിമെന്റിനകത്താ. കാലം ഇത്രയും പുരോഗമിച്ചിട്ടും ആ പരസ്യത്തിന് മാത്രം ഒരു മാറ്റവും ഇല്ല. അല്ലെ വെന്നിപ്പാസ്, ഈ ഡിവോഴ്സ് കഴിഞ്ഞ സെക്കൻഡ് മാരേജിന് വേണ്ടി അപ്ലൈ ചെയ്യുന്ന ആളുകൾ പറയുന്ന ഒരു പരസ്യം, അതും തിരുവനന്തപുരത്ത് അങ്ങനെ തന്നെയല്ലേ, തൻ്റേതല്ലാത്ത കാരണത്താൽ. അത് തന്നെ, എക്സാക്ട്ലി അത് തന്നെ. അപ്പൊ ആ പരസ്യത്തിന് ഒരു മാറ്റവും ഇന്ന് വരെ ഇല്ല. ഇതുപോലെ തൻ്റേതല്ലാത്ത കാരണത്താൽ ഇരുന്നു പോയൊരു മനുഷ്യനാര്? യാക്കോബ്. ശരിക്കും പറഞ്ഞാൽ ഉൽപ്പത്തി പുസ്തകം 28 അമ്മയുടെ ഒരു കുരുട്ടുബുദ്ധി. ഞാൻ ഈ അമ്മമാരോടെല്ലാം പറയാറുണ്ട്, പിള്ളേരെയൊക്കെ സ്നേഹിക്കുകയാണ് ഒരുപോലെ സ്നേഹിക്കണം. അത് ഈ ജാൻസി ആൻറ്റി ഒക്കെ കൊടുക്കുന്ന പോലെ എന്നെ കൊടുക്കണം. ഒരുത്തൻ ഇന്ന് നെയ്മീൻ്റെ തല കൊടുത്താൽ നാളെ അവന് നെയ്മീൻ്റെ ഇട കൊടുക്കണം. നാളെ കഴിഞ്ഞവന് നെയ്മീൻ്റെ അല്ലേ, അങ്ങനെ കൊടുക്കണ്ടേ. ഇത് ഒരുത്തനു മാത്രം ഇടക്കഷ്ണം, ഒരുത്തൻ എന്നും പാല്, ഒരുത്തിക്ക് മാത്രം മുള്ള. പിള്ളേർക്ക് അപ്പനോടും അമ്മയോടും ഇഷ്ടം വരുമോ? എന്താന്നേലും അമ്മയുടെ കുരുട്ടുകുത്തി കൊണ്ട് കൊച്ചന് നഷ്ടപ്പെടുന്നത് എന്താണെന്നറിയാ? അവൻ ജനിച്ചു വളർന്ന വീട്. പക്ഷെ അമ്മ ഭയങ്കര ബോൾഡാ. അമ്മ പറയാ ഒരു കുഴപ്പമില്ല, അതും പോയാലൊന്നും നീ പേടിക്കൊന്നും വേണ്ട, കാരണം എൻ്റെ ആങ്ങളയുടെ വീട്. അല്ലെങ്കിൽ സ്വന്തം വീടിനെക്കാട്ടി ചിലർക്ക് ഭയങ്കര വലിയ സംഭവമാണ് ആങ്ങളയുടെ വീട്. അപ്പൊ ആങ്ങളയുടെ വീട്. അപ്പൊ ഞാൻ ഈ അമ്മ വീടെന്ന് കേട്ടപ്പോഴത്തേന് ഈ ചെറുക്കനും ഇവനൊരു പൊട്ടൻ ചെറുക്കനാന്ന് ഞാനങ്ങ് വിശ്വസിക്കുക. അല്ലെങ്കിലും നമ്മളെല്ലാം പൊട്ടന്മാർ. അമ്മ വീടെന്ന് കേട്ട ആർക്കാ ആവേശം ഉണ്ടാകാത്ത? അമ്മ വീട്ടിൽ പോകാത്ത ആരെങ്കിലും വീട്ടിൽ പോണ്ടോ? നിങ്ങളാരും അമ്മ വീട്ടിൽ പോയിട്ടില്ലേ? ഈ ഒരു 20 വയസ്സൂടെ കുറേ അല്ലേ അമ്മ വീടെന്ന് കേട്ടാൽ. അപ്പൊ ആവേശത്തോട് എടുത്തു പിടിച്ച് എന്ത് ചെയ്യാ? അമ്മ വീട്ടിൽ ചെല്ലുവോ പാസ്റ്ററെ? അമ്മ വീട്ടിൽ ചെന്നപ്പോ അമ്മാച്ചന് എന്നോ സ്വീകരണമായിരുന്നു.
ഇത് കുറെ കാലമൊക്കെ കഴിഞ്ഞപ്പോൾ ഉൽപ്പത്തി പുസ്തകം 31 അധ്യായത്തിന്റെ 55 വാക്യം, അന്ന് രാത്രി അങ്ങേരെ ഉറങ്ങിയിട്ടില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. പിള്ളേരെ എല്ലാം വിളിച്ച് എല്ലാവർക്കും ചുമ്മനം കൊടുത്ത് അതിരാവിലെ പറഞ്ഞു വിട്ടപ്പം പുള്ളിക്ക് മനസ്സിലായി അമ്മാച്ചന്റെ വീടും പോയി, അമ്മ വീടും നഷ്ടപ്പെട്ടു. ഇപ്പം ജീവിതത്തിൽ 2 നഷ്ടങ്ങൾ. ഏതൊക്കെയാ? അപ്പന്റെ വീടും പോയി, പറ, അമ്മ വീടും പോയി. എന്നാ പിന്നെ പുള്ളി ഓർത്ത് ഇനിയിപ്പം ആരുടെ ഔദാര്യം വേണ്ട, സ്വന്തമായിട്ട് ഒരെണ്ണം മേടിച്ചേക്ക. അങ്ങനെ സ്വന്തമായിട്ട് ഒരെണ്ണം ആണോ? അങ്ങനെ തന്നെയാ. ഉൽപ്പത്തി 33:18 യാക്കോബ് 16 നിന്ന് പുറപ്പെട്ടു വന്ന ശേഷം ശേഖേം സന്തോഷത്തോട് എന്ത് ചെയ്തു? ശേഖേമിന്റെ ആ വാക്യം ഒന്ന് വെച്ച് 33:18 വാക്യം. യാക്കോബ് 16 നിന്ന് പുറപ്പെട്ടു വന്ന ശേഷം കനാൻ ദേശത്തിലെ ശേഖേം പട്ടണത്തിൽ സമാധാനത്തോടെ എത്തി. പട്ടണത്തിൽ ശേഖേമിന്റെ അപ്പനായ ഹമോരിന്റെ പുത്രന്മാരോട് അവനൊരു നിലം എന്ത് ചെയ്തു? 100 വെള്ളിക്കാശിന് മേടിച്ചു. ചുമ്മാതെ ലൈഫ് മിഷന്റെ വീടൊന്നുമല്ല, അന്തസ്സായിട്ട് വില കൊടുത്ത് നല്ലൊരു സ്ഥലം മേടിച്ച് അവിടെ ഒരു വീടും ഒക്കെ വെച്ച് ഈ പാസ്റ്റർമാരെ എല്ലാം വിളിച്ച് ഡെഡിക്കേറ്റും ചെയ്ത് എല്ലാ പരിപാടിയും ഭയങ്കര ഗ്രാൻഡായിട്ട് നടത്തിയതിന്റെ പിറ്റേ ദിവസം കൊച്ചിനെ ചുങ്കത്ര കോളേജിൽ പഠിപ്പിക്കാൻ ചേർത്തു. അവള്, അതെനിക്ക് ഇപ്പോഴും മനസ്സിലാകാത്തൊരു കാര്യമില്ല. ഞാൻ പോകുന്നിടത്തല്ല എൻ്റെ പിള്ളേർ എൻ്റെ കൂടെ യാത്ര ചെയ്ത് വരാറുണ്ട്. അവന്മാർക്ക് ഫ്രീ ആണ്, എല്ലായിടത്തും ഞാൻ കൊണ്ടുപോകാറുണ്ട്. എൻ്റെ അച്ഛ അതൊന്നും അവർക്ക് ടൂറല്ല. സ്കൂളിൽ നിന്ന് പോയാലേ അവർക്ക് എന്തോ ആകത്തുള്ളൂ. അതെന്താന്ന് എനിക്കിപ്പോഴും അറിയത്തില്ല. ഈ കോളേജിൽ നിന്നും സ്കൂളിൽ നിന്നും പോകുന്നതിന് മാത്രമേ പിള്ളേർ ടൂറെന്ന് പറയത്തുള്ളൂ. ബാക്കിയൊന്നും അവർക്ക് എന്തല്ല. എന്തായാലും ആ ടൂർ പോക്ക് നിങ്ങൾക്കറിയാം. ഉൽപ്പത്തി 34 അപമാനം, ബലാത്സംഗം, മാനഭംഗം, കൊലപാതകം. സ്വന്തം കുഞ്ഞിനുണ്ടായ മാനഹാനി അപ്പൻ ഒളിപ്പിച്ചു വെക്കാൻ നോക്കുക. എന്നാ കാരണം? അപ്പൻ അറിയാം ജീവിതത്തിൽ ഒന്നും നേടിയിട്ടില്ല, എല്ലാം നഷ്ടപ്പെട്ടിട്ടേ ഉള്ളൂ. അപ്പന്റെ വീട് പോയി, അമ്മയുടെ വീട് പോയി, സ്വന്തമായിട്ട് മേടിച്ചത് ഇപ്പം പോവും. കാരണം വെല്ലനാട്ടിൽ നിന്ന് ഇവിടെ വന്നേച്ച് വരത്തൻ നാട്ടുകാരുമായിട്ട് വഴക്കുണ്ടാക്കിയ നാട്ടുകാർ വെച്ചേക്കുവോ? അതുകൊണ്ടുള്ളതെല്ലാം മറച്ചു വെക്കാൻ ശ്രമിക്കുക. പക്ഷെ പിള്ളേരറിഞ്ഞു, പിള്ളേർ കയറി ഇടപെട്ടു, കൊലപാതകം നടന്നു. ഇനി എങ്ങനെ ഈ വീട്ടിൽ കയറാൻ പറ്റുമെന്നറിയാതെ ഇരുന്നു പോയ മനുഷ്യനെ ഉൽപ്പത്തി 35:1 വിളിച്ചേച്ച് ദൈവം പറയാ, എന്തിനാണ് യാക്കോബേ ഇരിക്കുന്നത്? എഴുന്നേക്കട. ഇന്നേക്ക് 20 വർഷം മുമ്പ് നീ നിന്റെ അപ്പന്റെ വീട്ടിൽ നിന്ന് ഒന്നുമില്ലാത്തവനായി പുറപ്പെട്ടു വരുമ്പോ ഞാൻ നിന്റെ മുമ്പിൽ തുറന്നിട്ട ഒരു വീട് ഇന്നും ബദലി കിടക്കുക. അങ്ങോട്ട് വാ, നിന്റെ ജീവിതം മാറും. എനിക്കും ഇന്ന് രാത്രി പറയാൻ ഒറ്റ സന്ദേശമേ ഉള്ളൂ. പാസ്റ്റർ സൈലസ് പറഞ്ഞതിനോട് കൂട്ടുപിടിച്ച് ഒറ്റ കാര്യം പറയാനുള്ളൂ. ഇരുന്നു പോയ നിന്റെ ജീവിതത്തിൽ 2026 ഒരു തുറവി സമ്മാനിക്കാൻ ദൈവം ആഗ്രഹിക്കുക. ഇന്നലെ വരെ ദൈവം നിന്റെ മുമ്പിൽ അയച്ചത് കാക്കയാ. ഇന്നലെ വരെ ദൈവം നിന്റെ മുമ്പിൽ അയച്ചത് മനുഷ്യനെയാ. മനുഷ്യന്റെ കാലം കഴിഞ്ഞു കേട്ടോ, വിധവയുടെ കാലം കഴിഞ്ഞു കേട്ടോ, കാക്കയുടെ കാലം കഴിഞ്ഞു കേട്ടോ. ഇന്ന് രാത്രി ഞാൻ ഒന്നുകൂടെ ഉറപ്പിച്ചു പറയുക, സാരാഫാത്ത് കഴിഞ്ഞെന്ന്. ദൈവത്തിന് സ്തോത്രം. വിധവയുടെ കാലം കഴിഞ്ഞെന്ന് ജുഡാരകൽ കടക. മനസ്സിലാകുന്ന എത്ര ദൈവമക്കൾ ഇതിനകത്ത് ഇരിപ്പുണ്ട്. ഇനിയും ദൈവം നിന്നെ ഒരു കർമ്മേലിലോട്ട് കൊണ്ട് നിർത്താൻ പോവുക. ഇത് ഫയർ ഫ്രം ഹെവൻ. ഇത് ഹെവൻലി ഫയർ. എത്ര പേര് രാത്രി വിശ്വസിക്കുന്നുണ്ട്? സ്വർഗത്തിലെ ഒരു തീ എനിക്ക് വേണ്ടി കത്താൻ പോകുന്ന സമയമാ. എന്റെ വിഷയങ്ങളുടെ മേൽ ദൈവത്തിന്റെ ഇടപെടലുകൾ നടക്കാൻ പോകുന്ന സമയമാ. മനുഷ്യനൊക്കെ തൊട്ടിട്ട്, മനുഷ്യനൊക്കെ പൊക്കാൻ ശ്രമിച്ചിട്ട് ജീവിതത്തിൽ നീ ഒന്നും ആയിട്ടില്ലേ? ഇല്ലെങ്കിൽ ഈ 10 മിനിറ്റ് എന്റെ സന്ദേശം നീ കേക്ക്. ഇരുന്നു പോയ നിന്നോട് ഇന്ന് രാത്രി ദൈവത്തിനൊരാലോചനയുണ്ട്. നിന്നെ കൈപിടിച്ചുയർത്താൻ. മനസ്സിലാകുന്നവരൊക്കെ ദൈവത്തെ സ്തുതിച്ചു തുടങ്ങിക്കൂ. ഈ ഗ്രൗണ്ടിൽ അസാധാരണമായ ഒരു ദൈവ സാന്നിധ്യം വ്യാപരിക്കുന്നുണ്ടെന്ന് എനിക്ക് നന്നായിട്ടറിയാം. ഒതുങ്ങിപ്പോയ ചില കുടുംബങ്ങൾ, പ്രതീക്ഷ നഷ്ടപ്പെട്ട ചില പ്രിയപ്പെട്ടവർ, സ്വപ്നങ്ങൾ ഒതുങ്ങിപ്പോയ ചില പ്രിയപ്പെട്ടവരെ, പണ്ടുള്ളതിനെ ഓർക്കണ്ട, മുമ്പുള്ളതിനെ നിരൂപിക്കണ്ട. പുതിയതൊന്ന് ദൈവം ചെയ്യാൻ പോകുന്ന സമയമാ. ദൈവം നിനക്ക് വേണ്ടി, നിന്റെ കുടുംബത്തിന് വേണ്ടി ഒരത്ഭുതം ചെയ്യാൻ പോകുന്ന സമയമാ. ഇതെന്ന് വിശ്വസിക്കുന്ന എത്ര പ്രിയപ്പെട്ടവർ ഇന്ന് രാത്രി എന്നെ ശ്രദ്ധിക്കുന്നുണ്ട്?
ശബാരാധാരാധ. ഒരു വാക്യം കൂടെ ഞാനൊന്ന് പരിചയപ്പെടുത്താം. ഇതേ അർത്ഥം വരുന്ന ഒരു വാക്യ യോശുവയുടെ പുസ്തകം 1 അധ്യായത്തിന്റെ 1ഉം 2ഉം വാക്യം. യഹോവയുടെ ദാസനായ മോശ മരിച്ചു. മോശയുടെ ശുശ്രൂഷക്കാരനായിരുന്ന നൂന്റെ മകനായ യോശുവയെ ദൈവം വിളിച്ചയച്ച് പറയുന്ന ഒരു കാര്യമുണ്ട്. ഇത് തന്നെയാ പറയുന്നത്, പുറപ്പെട്ടു പോകുക എന്നാ പറയുന്നത്. പക്ഷേ ഇംഗ്ലീഷിൽ പറയുന്നത് എറൈസ് ആൻഡ് ഗോ എന്നാ പറയുന്നത്, എഴുന്നേറ്റ് പുറപ്പെടുക. അച്ഛാ, ഈ മനുഷ്യൻ ഇരുന്നു പോയ മനുഷ്യനാ. ഈ അല്ലേലും വെല്ലമൊക്കെ പൊക്കിക്കൊണ്ട് വന്ന് ഒരാൾ മരിച്ചു പോയി കഴിഞ്ഞാൽ പിന്നെ ആർക്കാ അങ്ങനെ തന്നെ എഴുന്നേക്കാൻ പറ്റുന്നത്? യഥാർത്ഥത്തിൽ ഇരുന്നു പോയ ഒരു കുടുംബത്തിന്റെ പശ്ചാത്തല മോശയുടെ പശ്ചാത്തല, യോശുവയുടെ പശ്ചാത്തലം ആണോ? അങ്ങനെ ഉൽപ്പത്തി പുസ്തകം 48 അധ്യായത്തിന്റെ 17 വാക്യത്തിലാ ആ പ്രൗഢമായ പാരമ്പര്യം ആരംഭിക്കുന്നത്. അബ്രഹാമിന്റെ മകൻ ഇസാക്ക്, അല്ലേ? ഇസാക്കിന്റെ മകൻ യാക്കോബ്, പ്രിയപ്പെട്ട മകൻ യോസഫ്, യോസഫിന് 2 മക്കള്. ആരൊക്കെയാ? മനശ്ശെയും എഫ്രീമും. വല്യപ്പച്ചൻ എടുക്കല് അവരെ എന്ത് ചെയ്യാൻ കൊണ്ട് നിർത്തിയിരിക്കുക? അനുഗ്രഹിക്കാനായിട്ട് കൊണ്ട് നിർത്തിയിരിക്കുക. അപ്പച്ചൻ എന്നെ എടുത്തു, വലത്തെ കൈ എടുത്ത് ആറമേ വെച്ചു, എഫ്രീമിന്റെ വെച്ചു, ഇടത്തെ കൈ എടുത്ത് ആറമേ വെച്ചു, മനശ്ശയുടെ വെച്ചു. അപ്പൊ യോസഫിന് മനസ്സിലായി അപ്പച്ചന് ഇച്ചിരി ലക്കുകേടുണ്ടല്ലോ പ്രായത്തിന്റെ, അബദ്ധം പറ്റിയാന്ന് കണ്ട് അപ്പച്ചൻ വലത്തെ കൈയെ പിടിച്ച് അപ്പച്ചന്റെ കൈ പിടിക്കാൻ ചെന്നപ്പോ അപ്പച്ചൻ പറഞ്ഞില്ലടാ, അബദ്ധം പറ്റിയല്ലാടാ, നമ്മുടെ പതിവൊക്കെ എനിക്കറിയാം, മൂത്തവന്റെ മേലാ സാധാരണ വലത്തെ കൈ വെക്കുന്നത്, പക്ഷേ ഇത് ഞാനൊരു ആത്മനിയോഗത്തിൽ വെച്ചതാ. ഇന്ന് രാത്രി ആരൊക്കെ നിനക്ക് വേണ്ടി ഒരുക്കപ്പെട്ട ചില പദ്ധതികളെ തിരുത്താൻ ശ്രമിച്ചാലും ദൈവം നിനക്ക് വേണ്ടി ആരംഭിച്ച ചില പദ്ധതികൾ നിന്റെ കുടുംബത്തിനകത്ത് നിറവേറുന്ന വർഷമാ ഇതെന്ന് വിശ്വസിക്കുന്ന എത്ര പ്രിയപ്പെട്ടവരിന്ന് രാത്രി എന്നെ ശ്രദ്ധിക്കുന്നുണ്ട്. മനുഷ്യൻ നോക്കിയിട്ട് പറയാം അവനൊരു വലിയ ജാതിയൊക്കെ ആവും, പക്ഷേ എഫ്രീം എന്ത് ചെയ്യുന്നറിയോ? അവനെക്കാട്ടി വലിയൊരു ജാതിയൊക്കെ ആവും. വല്യപ്പന്റെ കൈവപ്പൊക്കെ കിട്ടിയപ്പോഴും ഇവനോർത്തല്ല ഓക്കെയാണ്. അല്ല, മനുഷ്യൻ തൊട്ടുകൊണ്ട് ജീവിതം മാറുമോ? ഒരിക്കലും മാറത്തില്ല. അങ്ങനൊന്നും വിചാരിക്കരുതേ. മനുഷ്യൻ തൊട്ടാ ജീവിതം മാറത്തില്ലെന്നതിന് 100 കണക്കിന് തെളിവാ. അതിനൊരു തെളിവാ ഈ യോശുവയുടെ ചരിത്രം. ശരിക്കും പറഞ്ഞാൽ ഈ ആളുകൾക്കൊക്കെ ഒരു അബദ്ധം പറ്റാറുണ്ട്. ഞങ്ങളതുകൊണ്ടാണ് പറയുന്നത്, ആകാശത്തിന്റെ കീഴിൽ ഭൂമിയുടെ മുകളിൽ മനുഷ്യരുടെ രക്ഷയ്ക്ക് ഏക മധ്യസ്ഥനെ ഉള്ളത് ആര് മാത്ര? യേശു മാത്ര. ഞങ്ങൾ ഈ പറഞ്ഞൊക്കെ ആൾക്കാർക്ക് എന്തോ ഭ്രാന്തായിട്ടൊക്കെ തോന്നി. പക്ഷെ ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ ക്രൈസ്തവ സഭയുടെ അധ്യക്ഷൻ പറഞ്ഞു, ഇവര് പറഞ്ഞതാ സത്യം, വേറെ ആരെയും പുറകെ പോകരുത്, ആരെ പുറകെ പോയാലും ജീവിതം മാറത്തില്ല, തൊടണ്ടവൻ തൊട്ടാലേ ജീവിതം എന്ത് ചെയ്യത്തുള്ളൂ. എന്നിട്ടും ചിലർക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. ഒരു പള്ളി കമ്മിറ്റിക്കാർ അവരുടെ പള്ളിയുടെ മുമ്പിൽ 3 ഫോട്ടോ വെച്ചു. ഒന്നാമത്തെ ഫോട്ടോ യേശുവിൻ്റെ, മറ്റൊരു ഫോട്ടോ യേശുവിൻ്റെ അമ്മയുടെ, 3-ാമത്തെ ഫോട്ടോ യേശുവിൽ വിശ്വസിച്ചിരുന്ന ഒരു തിരുമേനിയുടെ. നമ്മുടെ നാട്ടിൽ എവിടെ ഫോട്ടോ വെച്ചാലും അതിൻ്റെ മുമ്പിൽ ഒരു പെട്ടി വെക്കത്തില്ല അച്ഛാ, പെട്ടി വെക്കും. അങ്ങനെ ആ പെട്ടി അവർ 1 വർഷം കഴിഞ്ഞ് തുറന്നു. ഒന്നാമത്തെ ഫോട്ടോ യേശുവിൻ്റെ മുമ്പിൽ ഇരുന്ന്, ഫോട്ടോയുടെ മുമ്പിൽ ഇരുന്ന് പെട്ടി തുറന്നപ്പോൾ ചില്ലറയെല്ലാം കൂടെ 8000 രൂപ. മറ്റേ യേശുവിൻ്റെ അമ്മയുടെ ഫോട്ടോയുടെ മുമ്പിൽ ഇരുന്ന് പെട്ടി തുറന്നപ്പം 85,000 രൂപ. മറ്റേ പെട്ടിയില്ലേ നമ്മുടെ തിരുമേനിയുടെ ഫോട്ടോയുടെ 1,85,000. അപ്പൊ സത്യത്തിൽ ആർക്കാ ഏറ്റവും കൂടുതൽ ശക്തി? എൻ്റെ പൊന്നെ, ഇന്ന് രാത്രി ഞങ്ങൾ സ്നേഹത്തോടെ പറയുക, മറ്റൊരുത്തനിലും രക്ഷയില്ല. രക്ഷപ്പെടാൻ ഏക മാർഗം, ഏക മധ്യസ്ഥൻ യേശു മാത്രം. മനുഷ്യൻ കൈവച്ച ജീവിതം മാറത്തില്ലെന്നുള്ളതിൻ്റെ 1-2 തെളിവ് ഞാനൊന്ന് വായിപ്പിക്കാം. എനിക്കിതൊന്ന് വായിച്ചു തരണം. ഈ വാക്യം വായിക്കുന്നതോടുകൂടെ നമ്മുടെ പ്രസംഗം അവസാനിക്കുക. ശരിക്കും നോക്കിക്കേ, എഫ്രീമിൻ്റെ വല്യപ്പൻ അവൻ്റെ മേൽ തലേ കൈവച്ചു. വല്യപ്പൻ തലയെ കൈവച്ചുകൊണ്ട് ജീവിതം മാറുമോ? മാറത്തില്ലെന്നുള്ളതിൻ്റെ തെളിവ് ഒന്ന് വായിച്ചു നോക്കി. ഈ റാന്നിക്കാരനായ ഉദ്ദേശിയായതുകൊണ്ട് എനിക്ക് ഈ ബന്ധം പ്രസംഗിക്കുന്ന കാര്യത്തിന് ഭയങ്കര ഇഷ്ടമാണ്, ബന്ധം പ്രസംഗിക്കുന്ന കാര്യം. അതുകൊണ്ട് ഞാൻ അടുത്ത ഒരു 5 മിനിറ്റ് ആ ബന്ധം ഒന്ന് പറയാൻ പോവാണ്. ഒന്ന് വായിച്ചു നോക്കിക്കോ. 1 ദിനവൃത്താന്ത പുസ്തകം 7-ാം അധ്യായത്തിൻ്റെ 20 മുതലുള്ള വാക്യങ്ങൾ. എഫ്രീമിൻ്റെ ചരിത്രം അറിയുമെന്ന് ഞാൻ നിങ്ങളോടൊന്ന് പറയാൻ പോവാ. ഒന്ന് വായിച്ചു നോക്കിക്കോ. 1 ദിനവൃത്താന്തം 7-ാം അധ്യായത്തിൻ്റെ 20 മുതലുള്ള വാക്യം. എഫ്രീമിൻ്റെ കുടുംബത്തിൻ്റെ പശ്ചാത്തലത്തെക്കുറിച്ച് വേഗം നമ്മളൊന്ന് ചിന്തിച്ച് വാക്ക് അവസാനിപ്പിക്കും. 1 ദിനവൃത്താന്തം 7:20 വേഗം വായിച്ചു. എഫ്രീമിന്റെ പുത്രന്മാർ, ശൂദേലഹ്, അവന്റെ മകൻ ബേരദ്, അവന്റെ മകൻ തഹത്ത്, അവന്റെ മകൻ എലേഥ, അവന്റെ മകൻ തഹത്ത്, അവന്റെ മകൻ സാബദ്, അവന്റെ മകൻ ശൂദേലഹ്, ഏസർ, എലേഥ. അവർ ആ ദേശത്തെ ഗത്യരുടെ കന്നുകാലികളെ അപഹരിപ്പാൻ പോയതുകൊണ്ട് അവർ അവനെ കൊന്നുകളഞ്ഞു. അവരുടെ പിതാവായ എഫ്രീം ഏറിയ നാൾ അവരെ കുറിച്ച് എന്ത് ചെയ്തുകൊണ്ടിരുന്നു? വിലപിച്ചുകൊണ്ടിരുന്നു. അവന്റെ സഹോദരന്മാർ അവനെ ആശ്വസിപ്പിക്കുവാൻ വന്നു. പിന്നെ അവൻ തന്റെ ഭാര്യയുടെ അടുക്കൽ ചെന്നു. അവൾ ഗർഭം ധരിച്ച്
ഒരു മകനെ പ്രസവിച്ചു. അവന് തൻ്റെ കുടുംബത്തിന് അനർത്ഥം വന്നതുകൊണ്ട് അവന് ബെരിയാവ് എന്ന് പേരിട്ടു. ഈ വായിച്ചത് വല്ലതും മനസ്സിലായോ? ഹലോ, ഇങ്ങനെപ്പം നിർത്തുന്നത് കൊണ്ടാണ് ഞാനിപ്പം നിർത്തുന്നത്. ഈ വായിച്ചത് വല്ലതും മനസ്സിലായോ എന്ന്? എഫ്രീമിന് എത്ര പിള്ളേരുണ്ടെന്ന് പറയാമോ വായിച്ചതിനകത്തുനിന്ന്? ഇപ്പൊ നമുക്കെത്ര ഉണ്ടെന്ന് അറിയത്തില്ല, പിന്നെ ഇനി എഫ്രീമിന് ഇപ്പൊ തപ്പണ്ട, ഇപ്പൊ തപ്പിയാൽ കിട്ടത്തില്ല. ഞാൻ 4 മണിക്കൂർ തപ്പിയച്ചാ ഇങ്ങോട്ട് വന്നേക്കുന്നത്. ഓക്കെ, ഞാൻ പറയാം. തെറ്റുണ്ടെങ്കിൽ തോമസൂട്ടി പാസ്സായാലും എൻ്റെ നമ്പറുണ്ട്, ഫോണിൽ വിളിക്കണ്ട, വാട്സപ്പിൽ മെസ്സേജ് ഇട്ടാൽ മതി. ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് കേട്ടോണേ. എഫ്രീമിന് 4 പുത്രന്മാർ. ആരൊക്കെയാ? ഒന്നാമത്തവന്റെ പേര് ശൂദേലഹ്, രണ്ടാമത്തവന്റെ പേര് ഏസർ, മൂന്നാമത്തവന്റെ പേര് എലേഥ, നാലാമന്റെ പേര് ബെരിയാവ്. അപ്പൊ പാസ്റ്റർ പിന്നെ ഇടയ്ക്ക് കുറെ എണ്ണത്തിന്റെ പേര് പറഞ്ഞത് അത് ഞാൻ പറയാം. ശൂദേലഹ് 6 പിള്ളേരും. ശൂദേലഹിന്റെ മക്കളുടെ കാര്യ പിന്നെ പറയുന്നത്. എഫ്രീമിന്റെ മൂത്ത മോന്റെ പേര് ശൂദേലഹ്, അവനുള്ള 6 പേര് ആരൊക്കെയാ? ശൂദേലഹിന്റെ മകൻ ബേരദ്, ബേരദിന്റെ മകൻ തഹത്ത്, തഹത്തിന്റെ മകൻ എലേദ, അവന്റെ മകൻ തഹത്ത്, അവന്റെ മകൻ സബാത്ത്, അവന്റെ മകൻ ശൂദേലഹ്. അപ്പൊ ഇത്ര നിങ്ങൾ ഓർത്താ മതി. ശൂദേലഹും 6 പിള്ളേർ. ആ ചാപ്റ്റർ നമുക്ക് അങ്ങ് മറിച്ചേക്കാം സമയമില്ലാത്തോണ്ട്. ഓക്കെ, ഇനി രണ്ടാമത്തെ പിള്ളേര് ആരൊക്കെയാ? ശൂദേലഹിന്റെ തൊട്ടനിയന്മാരാ പാസ്റ്ററെ, ഏസറും എലാഥയും. ഇരട്ട പിള്ളേരാന്ന് എനിക്ക് തോന്നുന്നു. അങ്ങനെ പ്രകടമായിട്ട് ബൈബിളിൽ പറഞ്ഞിട്ടില്ല, പക്ഷെ വലിയ പ്രായ വ്യത്യാസം ഇല്ല. എന്തായാലും അമ്മാർ ഒന്നിച്ച് പഠിച്ചു, എല്ലാ ഉടായ്പ ഒന്നിച്ച് ചെയ്യുന്നു. എന്താ ഇപ്പൊ പരിപാടി? ഇപ്പൊ ചെറിയ 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 അല്ലറ ചില്ലറ മോഷണം. ഹോൾസെയിൽ മോഷണത്തിന് പോയപ്പോ ഗത്തേരെന്ത് ചെയ്തു? തല്ലിക്കൊന്നു. ആരുടെ പിള്ളേരുടെ കാര്യമാണ് ഞാൻ ഈ പറഞ്ഞേ? ഹലോ, വല്യപ്പൻ കൈവച്ച് അനുഗ്രഹം. ഞങ്ങളൊക്കെ അങ്ങനെ ഒരു കുടുംബത്തിൽ ജനിച്ചതായി, കുടിയേറ്റക്കാരുടെ കുടുംബത്തിൽ. കുടിയേറ്റക്കാരെന്ന് പറഞ്ഞാൽ അർത്ഥം അറിയാം, കുടിക്ക് ഒരു കുറവില്ലാത്തവർ. അന്നു കുറെ പദവിയെല്ലാം കൂടെ കിട്ടിയതാന്നാ പറയുന്നത്. ആ കൂട്ടത്തിൽ കിട്ടിയ ഒരു പദവിയാ ഏത്? കുടി. സ്തോത്രം. ദൈവത്തിന്റെ കൃപ കൊണ്ട് ഈയോ തലതൊട്ടപ്പന്മാരെല്ലാം തൊട്ടതിന്റെ മേലെല്ലാം ആ ശാപം കയറി വന്നു. പക്ഷേ ദൈവം തൊട്ടപ്പം ജീവിതം മാറി. ഇന്ന് രാത്രി എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഒരു മധ്യസ്ഥൻ തൊട്ടാലും നിന്റെ ജീവിതം മാറത്തില്ല, ആരും നിന്നെ തൊട്ടാലും നിന്റെ ജീവിതം മാറത്തില്ല. പക്ഷെ കുടുംബങ്ങളെ പണിയുന്ന ഒരുത്തൻ നിന്നെ തൊട്ടാൽ നിന്റെ ജീവിതം മാറും. നോക്കിക്കേ, ഏറിയ നാള് ട്രോമായി പോയി. അന്നു സ്വന്തം കുഞ്ഞ് അൺഎക്സ്പെക്റ്റഡ് ലോസ്, സ്വപ്നം നഷ്ടപ്പെടുക, കയറി വരും പുത്രദുഃഖം. ഏതപ്പന് ആശ്വസിക്കാൻ പറ്റുന്നു? ഇരുന്നു പോയി. പക്ഷേ ആ സഹോദരന്മാർ ഈ കൂട്ടത്തിൽ മനശയും ചെന്ന് കാണും അല്ലേ? മനശ മലയാളിയല്ലേ, മലയാളിയുടെ ഇച്ചിരേൽ സ്വഭാവം മനശയ്ക്ക് കാണത്തില്ലേ? അന്നേരം ഞാൻ ഓർത്തതാ, വല്യപ്പനെ വക്രിച്ച് ഉണ്ടായിരുന്നതെല്ലാം പിടിച്ചടക്കിയപ്പോഴേ ഞാൻ ഓർത്തതാ ഇതിങ്ങനൊക്കെ എന്ത് ചെയ്യത്തുള്ളൂ. ആകപ്പാടെ ഇരുന്നു പോയി. പക്ഷെ എങ്ങനെ ഇരുന്നു പോയവനെ ദൈവം തൊടുക. എന്നാ തൊട്ടതിൻ്റെ തെളിവ് അതാ. എവിടെ ഇരുന്നു പോയവനെയും ദൈവം തൊടും. ഇന്ന് രാത്രി ഓ ശബാരാധന, എനിക്ക് ഇന്ന് രാത്രി ഇത്ര ദൂതേ നിങ്ങളോട് പറയാനുള്ളൂ. ഒരു ട്രോമയ്ക്കകത്താണോ, ഒരു ദുരന്തത്തിനകത്താണോ, മുന്നോട്ട് പോകാൻ പറ്റാതെ സ്റ്റക്കായിട്ട് നിൽക്കുകയാണോ? ഇന്ന് രാത്രി നിന്നെ തൊടാൻ, നിന്റെ വീടിനെ തൊടാൻ ഒരുത്തൻ ഇവിടെ വന്നിട്ടുണ്ട്. അവന്റെ പേര് യേശു എന്ന. കർത്താവ് തൊട്ടാ ജീവിതം മാറുമോ? ഉറപ്പാ. ദൈവം തൊട്ടു, ജീവിതം മാറുക. അവനൊരു കുഞ്ഞുണ്ടായി, പേര് ബെരയാവ്. ബെരയാവ് എന്ന വാക്കിന്റെ അർത്ഥം അനർത്ഥം. സ്വന്തം മക്കൾക്ക് ആക്സിഡന്റ് എന്ന് പേരിടുന്ന ഏതെങ്കിലും അപ്പനുണ്ടോ? അയ്യോ, ആ ട്രോമ കണ്ടോ? അങ്ങനെ ആയിപ്പോയി. പക്ഷെ ആ കുടുംബത്തെ ദൈവം പണിയുക. ഈ ബെരിയാവിന്റെ മകൾ ഷേര, അവൾ താഴത്തെയും മേലത്തെയും ബെൽഖോരോനും ഉസേൽ ഷേരയും പണിതു. നമ്മുടെ കുഞ്ഞുങ്ങൾ പൊളിക്കുന്നവരല്ല, നമ്മുടെ കുഞ്ഞുങ്ങൾ പറ. ഓ, ഞാൻ ഓർക്കുക, എൻ്റെ അപ്പനൊക്കെ ഈ കർത്താവിനെ അറിഞ്ഞില്ലായിരുന്നേ. റാന്നി കൂടെ ഏതെങ്കിലും ഓട്ടോയും ഓടിച്ച് കള്ളും കുടിച്ച് നടന്നേനെ. പക്ഷേ ഇന്ന് കുടുംബങ്ങളെ പണിയാൻ ഞങ്ങളെയൊക്കെ എൻ്റെ പൊന്നച്ച ഇന്ന് കർത്താവിന് ഹൃദയം കൊടുക്ക്. ഇന്നും നിന്റെ ജീവിതത്തെ ദൈവത്തിന് കൊടുക്ക്. ഞങ്ങളൊക്കെ ഇത്ര അഭിമാനത്തോടെ ജീവിക്കുന്നതിൻ്റെ കാരണം റാന്നി വെല്ലുവിളിയിൽ 9 അപ്പന്മാരുടെ മക്കളായി 1500 കുടുംബക്കാരുള്ള കുടുംബമാണ് കണ്ണങ്കര കുടുംബം.
ആ കുടുംബയോഗത്തിന്റെ പ്രസിഡന്റ് കഴിഞ്ഞ ദിവസം നിന്ന് വെച്ച് പറഞ്ഞു, ഞങ്ങളുടെ കുടുംബയോഗത്തിൽ ഈ അനീഷ് തോമസ് പാസ്റ്ററൊക്കെ നമ്മുടെ കുടുംബത്തിനൊരു അഭിമാനമാണ്. എങ്ങനെ പറയാതിരിക്കും? 2023 കോവിഡ് കഴിഞ്ഞ പിന്നെ കുറഞ്ഞത് ഞാനൊരു 25 രാജ്യത്ത് പോയിട്ടുണ്ട്. ഞങ്ങളുടെ കുടുംബത്തിൽ ഈ 1500 ശാഖക്കാരുടെ ഇടയിലും ഇത്ര യാത്ര ചെയ്യുന്ന ഒരാളില്ല. ദൈവത്തിന് സ്തോത്രം. എന്നാ കാരണം? ഒറ്റ കാരണം, എൻ്റെ വീടിനെ ദൈവം തൊട്ടപ്പം എൻ്റെ ചരിത്രത്തെ ദൈവം മാറ്റി. ഇന്ന് രാത്രി എൻ്റെ വീടിനെ തൊട്ട അതേ ദൈവം നിങ്ങളുടെ വീടിനെ തൊടുവെന്ന എനിക്കിന്ന് രാത്രി പറയാനുള്ള സന്ദേശം. അവന്റെ തലമുറയെ ദൈവം തൊട്ടപ്പോ അവനിൽ നിന്നൊരു തലമുറ ഉണ്ടാകുക. പണിയുന്ന തലമുറ, പണിയുന്ന തലമുറ. എത്രയോ വാടക വീട് മാറി താമസിച്ച ഒരു കുടുംബത്തിനകത്ത് നിലമ്പൂര് പണിയുന്ന തലമുറ. അവര് പണിത കെട്ടിടങ്ങൾ, അവരപ്പന് മേടിച്ചു കൊടുത്ത വാഹനങ്ങൾ, ഇതൊക്കെ ഒരു സാക്ഷിയല്ലേ? ഇന്ന് രാത്രി ഞാൻ ഉറപ്പിച്ചു പറയുക, ഒരു കുടുംബത്തെ ദൈവം പണിതാൽ ബെരിയാവിന്റെ മകൻ രേഫഗ്, രേഫഗിന്റെ മകൻ രേശഫ്, രേശഫിന്റെ മകൻ തേലഗ്, തേലഗിന്റെ മകൻ തഹൻ, തഹന്റെ മകൻ ലാദൻ, ലാദന്റെ മകൻ അമ്മീഹൂദ്, അമ്മീഹൂദിന്റെ മകൻ ഏലീശാമ, ഏലീശാമയുടെ മകനായി 9ാമത്തെ തലമുറയിൽ എഫ്രീമിന്റെ കുടുംബത്തിൽ നൂൻ ജനിക്കുക. നൂൻ ജനിക്കുമ്പോഴും അവൻ അടിമത്തത്തില്ല. നൂനൊരു കുടുംബജീവിതം, ആ ജീവിതവും അടിമത്തത്തില്ല. പക്ഷേ നൂനൊരു കുഞ്ഞുണ്ടായപ്പം അവൻ പേരിട്ടു. സംഖ്യാപുസ്തകം 13:8 ഹോശയ, ഇവന്റെ കാലത്ത് ഞങ്ങൾ രക്ഷപ്പെടും. പക്ഷെ സംഖ്യ 13:16 മോശെ അവന്റെ പേര് മാറ്റുക. എന്നിട്ട് യോശുവ എന്നിട്ടു യഹോവ രക്ഷകൻ. എന്നിട്ട് മോശ എന്ത് ചെയ്തു? ആവർത്തനം 34:9 അവന്റെ തലേ കൈ വെച്ച് അനുഗ്രഹിച്ചു. അവൻ ജ്ഞാനാത്മ പൂർണ്ണനായി, അവൻ അഭിഷക്തനായി, അവൻ മോശയ്ക്ക് ശേഷം ലീഡറായി. അവന്റെ മുമ്പിൽ മനുഷ്യൻ കെട്ടിയ എരികോ തകർന്നു. അവന്റെ മുമ്പിൽ പ്രകൃതി കെട്ടിവെച്ച യോർദാൻ തകർന്നു. അവനാ ഒരു തലമുറയെ വാഗ്ദത്ത കനാനിലേക്ക് എത്തിച്ചത്. ഇന്ന് രാത്രി നിന്റെ തലമുറ അങ്ങനെ ഒരു തലമുറയാകണമെന്ന് കൊതിക്കുന്നെങ്കിൽ കണ്ണുകൾ അടച്ചു, ബൈബിൾ അടച്ചു. എന്റെ ദൂത് കഴിഞ്ഞു. ഇത് പറയാനാ ഞാൻ ഇന്ന് രാത്രി ഇവിടെ വന്നത്. ഇരുന്നു പോയ നിന്റെ കുടുംബത്തെ തൊടാ, ഇരുന്നു പോയ നിന്റെ കുടുംബത്തെ എഴുന്നേൽപ്പിക്കാൻ, ഇരുന്നു പോയ നിന്റെ കുടുംബത്തിന്റെ ചരിത്രത്തെ മാറ്റാൻ, ഇരുന്നു പോയ നിന്റെ തലമുറ. ഈ ദൂത് മനസ്സിലാകുന്നവരെയൊക്കെ ദൈവത്തെ അല്പസമയം സ്തുതിച്ചു തുടങ്ങിക്കോ. സ്റ്റക്കായി പോയ ചിലരോട് ദൈവം പറയുക, ഇന്ന് രാത്രി ഇറങ്ങി വാ, നിനക്ക് വേണ്ടി സ്വർഗം ചിലത് തുറക്കാൻ പോവാ. ക്രൂശലൊക്കെ സ്റ്റക്കായി കിടക്കുന്ന കള്ളനെ നോക്കിക്കൊണ്ട് സ്വർഗം പറയുന്നുണ്ട്, ഇന്ന് നിന്നെ ഞാൻ പറുദീസയിലിരുത്തും. ഞാൻ ഇന്ന് രാത്രി ഈ യോഗം കഴിഞ്ഞ് നേരെ യാത്ര ചെയ്യുക. നേരെ യാത്ര ചെയ്യുന്നത് എയർപോർട്ടിലോട്ടാ. രാവിലത്തെ ഫ്ലൈറ്റിന് വിജയവാഡയ്ക്ക് പോകണം. എൻ്റെ കൂടെ ചന്ദനപ്പള്ളിയിലെ സന്തോഷം വന്നിട്ടുണ്ട്. ഞങ്ങളല്ലാതെ ഒരു 4 പേർ കൂടെ ഞങ്ങളുടെ വണ്ടിയെ കയറാം. കൂടി വന്നാൽ നിങ്ങളെ തിരുവല്ല വരെ കൊണ്ടുപോകാൻ പറ്റും. പക്ഷേ പറുദീസ ഇരുത്തുക എന്നൊക്കെ പറയുന്നത് ചെറിയ കാര്യമാണോ പാസ്റ്റർ? 93,000 ബില്യൺ പ്രകാശവർഷം വലിപ്പമുള്ളതായി മഹാപ്രപഞ്ചം. ഈ പ്രപഞ്ചത്തിൽ 8,64,000 മൈൽ പ്രകാശവർഷം വ്യാസത്തിൽ 5,500 ഡിഗ്രി സെൽഷ്യസിൽ തിളച്ചു മറിയുന്ന സൂര്യൻ, തൊട്ടപ്പുറത്ത് 3,474 മൈൽ പ്രകാശവർഷം വ്യാസമുള്ള ചന്ദ്രൻ, എണ്ണമറ്റ നക്ഷത്രങ്ങൾ, മിൽക്കി വേ ഗാലക്സികൾ, 1.6 ദശലക്ഷം ഫംഗസുകൾ, 10,000 ഉറുമ്പുകൾ, 10,000 പക്ഷികൾ, 3 ലക്ഷത്തിനും 4 ലക്ഷത്തിനിടെ പൂച്ചെടികൾ, 4,000-നും 5,000-നും പ്രസവിക്കുന്ന ജീവികൾ. ഇതിനൊക്കെ ഉളവാകട്ടെന്ന് ഒരൊറ്റ വാക്കുകൊണ്ട് ഉളവാക്കിയ മഹോദൈവം. ഇങ്ങനൊരു ദൈവത്തെ സേവിക്കുന്നത് അഭിമാനമാണെന്ന് വിശ്വസിക്കുന്ന എത്ര, അങ്ങനെയാണ് ഈ ദൈവത്തിന്റെ ശുശ്രൂഷകന്മാരായിരിക്കുന്നതിൽ അഭിമാനം കൊള്ളുന്ന എത്ര ദൈവമക്കൾ രാത്രി എന്നെ ശ്രദ്ധിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു വന്നത്, ഈ മഹാപ്രപഞ്ചത്തിൽ ഭൂമിയിൽ നിന്ന് ഏറ്റവും അടുത്തുള്ള നക്ഷത്രം സൂര്യനാ. ബെന്നിപ്പാസ്റ്ററെ 9.5 കോടി മൈൽ അപ്പുറത്താ സൂര്യൻ നിൽക്കുന്നത്. അതിൻ്റെ അപ്പുറത്ത് പ്രോക്സിമ സെഞ്ചുറി 4.25 ദശലക്ഷം പ്രകാശവർഷം അപ്പുറത്താ. അതിനുശേഷം എണ്ണമറ്റ നക്ഷത്രങ്ങളും മിൽക്കി വേയും ഗാലക്സിയും നീലാകാശവും താണ്ടിയിട്ട് വേണം പർദീസ ചെല്ലാൻ. ഇന്നത്തെ ലോകത്തിൽ ഏറ്റവും സ്പീഡുള്ള വാഹനം എന്ന് പറയുന്നത് ലംബോർഗിനിയുടെ കാറൊന്നുമല്ല. ഈ സ്പേസിൽ നിന്ന് മനുഷ്യനെ കൊണ്ടുവന്ന സ്പേസ് ഷട്ടിൽ എന്ന് പറയുന്ന ഒരു വാഹനം 27,000 കിലോമീറ്റർ വേഗത്തിലാണ് അത് പോകുന്നത്.
ആ വാഹനം 17,000 മുതൽ 27,000 കിലോമീറ്റർ വേഗത്തിൽ വരുന്ന ആ വാഹനത്തിൽ ആ സുനിത വില്യംസ് ഉൾപ്പെടെയുള്ളവർ എവിടെ വന്നത്? ഈ ഫ്ലോറിഡയിലെ കടലിൽ. ഭൂമിയുടെ ഭ്രമണപഥത്തിൽ 175 മുതൽ 600 കിലോമീറ്ററിനകത്ത് ചിട്ടപ്പെടുത്തിയ സംവിധാനം ആ സ്പേസ്. അതിനകത്തുനിന്ന് 27,000 കിലോമീറ്റർ വേഗത്തിൽ വരുന്ന വാഹനത്തെ വന്നിട്ട് അവർ ഫ്ലോറിഡയിൽ ഇറങ്ങാൻ എത്ര മണിക്കൂർ എടുത്തെന്നറിയോ? 17 മണിക്കൂർ. അന്ന് ഞാൻ ഫ്ലോറിഡയിലുണ്ട്. 17 മണിക്കൂർ. ഈ സാധനത്തിൽ 9.5 കോടി മൈൽ അപ്പുറത്ത് നിൽക്കുന്ന സൂര്യന് ചെല്ലണം. എത്ര നാൾ ഞാൻ നിലമ്പൂർ വന്ന പോലെ ആയിപ്പോ. സത്യം പറഞ്ഞ ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചിരുന്നെങ്കിൽ ഒരു സമാധാനം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞേച്ച് പ്രോക്സിമ സെഞ്ചുറി, എണ്ണമറ്റ നക്ഷത്രം, മിൽക്കി വേ ഗാലക്സി, ഇതെല്ലാം കഴിഞ്ഞ് പർദീസ്. ഞാൻ പൗലോസിനോട് ചോദിച്ചു, നമ്മുടെ സിസ്റ്റം എങ്ങനാ? പറഞ്ഞൊട്ട് പേടിക്കണ്ട, കാഹളം ധ്വനിക്കും. പറ, പ്രത്യാശയുള്ള ദൈവമക്കളൊക്കെ ചേർന്ന് പറ. മരിച്ചവർ അതാ സ്പീഡ് എങ്ങനെ ആയിരിക്കും? പെട്ടെന്ന് എടാ, ഇതായി പ്രത്യാശ. അങ്ങനെയാണ് മരണം കൊണ്ട് തീരാത്തതും കല്ലറ കൊണ്ട് അവസാനിക്കാത്തതുമായ നിത്യതയുടെ പ്രത്യാശ നമുക്ക് ഒരുക്കി വെച്ചിരിക്കുന്ന മഹോദൈവത്തിന്റെ പിന്നാലെ യാത്ര ചെയ്യാൻ ഇതാ ഞാൻ എന്നെ സമർപ്പിക്കുന്നെന്ന് തീരുമാനിക്കുന്ന എത്ര പ്രിയപ്പെട്ടവർ ഈ രാത്രി ആർജവത്തോടെ എഴുന്നേൽക്കും. കണ്ണുകളടച്ചു. നിന്റെ മുമ്പിൽ ഒരു നിത്യത ദൈവം തുറക്കുക. ഒരു നിമിഷം ഇരിപ്പിടങ്ങളിൽ നിന്ന് എഴുന്നേറ്റ് നിന്നാട്ടെ. എഴുന്നേറ്റ് പോകരുത്, എഴുന്നേറ്റ് നിന്നാട്ടെ. 5 മിനിറ്റ് കൊണ്ട് ഈ ആരാധന അവസാനിക്കും. 9:30 ഈ യോഗം തീരും. നമ്മളെല്ലാവരും പോവും. വീട്ടിലോട്ടാ പോകുന്നത്. ഭൂമിയിൽ നിന്ന് മരണം മനുഷ്യനെ കൊണ്ടുപോകാൻ വരുമ്പം പോകാൻ നിങ്ങൾക്കൊരു വീടുണ്ടോ? ഇന്ന് രാത്രി ജീവിതം കർത്താവിൻ്റെ കൈ കൊടുക്കും. പാസ്റ്ററെ, ഈ സന്ദേശം എന്നെ തൊട്ട് പാസ്റ്ററെ, എനിക്കൊന്ന് എഴുന്നേൽക്കണം. എനിക്ക് കർത്താവിനോടൊപ്പം യാത്ര ചെയ്യണം. എൻ്റെ വീടിൻ്റെ ചരിത്രം മാറണം. എന്നോടുകൂടെ ആ ദൈവം ഇടപെട്ടത് എന്നുറപ്പുള്ളവർ ആ കരമൊന്ന് ഉയർത്തിപ്പിടിച്ച്. നിർബന്ധമൊന്നുമില്ല. ഇന്ന് രാത്രി ദൈവം നിങ്ങളോട് ഇടപെട്ടെങ്കിൽ മാത്രം. ഞാൻ ഒറ്റ കാര്യം ശക്തമായിട്ട് പറയാം. കുനിഞ്ഞിരിക്കുന്ന ചിലരെ ദൈവം നിവർത്താൻ പോവാ. ഇന്ന് രാത്രി നിന്റെ മേലൊരു സ്പർശനം നടക്കും. മാളിക മുറിക്കകത്ത് പേടിച്ചിരുന്നവരെ ദൈവം ഒന്ന് തൊട്ടപ്പം ജീവിതം മാറിയെങ്കിൽ ഇന്ന് രാത്രി എല്ലാ കണ്ണുമടച്ചു. എല്ലാവരും ദൈവത്തോട് പ്രാർത്ഥിച്ചോണ്ട് നിന്നു. വളരെ പ്രതീക്ഷയോടെ ആരംഭിച്ചിട്ട് എങ്ങും എത്താൻ പറ്റാതെ സ്റ്റക്കായി നിൽക്കുന്ന ചില കുടുംബങ്ങളെ ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് ഭയങ്കരമായിട്ട് തൊടുന്നത് എനിക്കറിയാം. ചിലരുടെ ജീവിതത്തെ ദൈവം ഇന്ന് രാത്രി തൊടുന്നത് എനിക്കറിയാം. ഇവിടെ വേണേ പ്രാർത്ഥിച്ചു നിർത്താം, പക്ഷെ ദൈവം എന്നെ സമ്മതിക്കുന്നില്ല. ലൂക്കോസ് 6:17 അവൻ അവരോടുകൂടി ഇറങ്ങി സമതലത്തിൽ നിന്നു. അവനാൽ നടന്ന രോഗശാന്തിയും വിടുതലും ശക്തി അവനിൽ നിന്ന് പുറപ്പെട്ടു. എല്ലാവരെയും സൗഖ്യമാക്കി. ഒരു നിമിഷം ഞാൻ പ്രാർത്ഥിക്കുക. പിതാവേ, ജനത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇരുന്നു പോയ ചിലർ ഇന്ന് രാത്രി എഴുന്നേക്കട്ടെ. കൂനിപ്പോയ ചിലരിന്ന് രാത്രി നിവരട്ടെ. ഇനി ഒരു ഉയർച്ച കാണത്തില്ലെന്ന് വിചാരിക്കുന്ന ചില കുടുംബങ്ങളകത്ത് ഇന്ന് രാത്രി ട്രമൻഡസ് ആയ ഒരു അത്ഭുതം നടക്കട്ടെ. പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി ചിലരെ തൊട്ടാട്ട് കർത്താവേ. സ്റ്റക്കായി കിടക്കുന്ന ചില വീടുകൾ ഇന്ന് രാത്രി യേശുവിന്റെ നാമത്തിൽ സ്വതന്ത്രമാകട്ടെ. അടഞ്ഞു പോയ ചില തുറവികൾ യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി സംഭവിക്കണം. പ്രാർത്ഥിച്ചു ബ്ലസ് ചെയ്യുക യേശുവിൻ നാമത്തിൽ തന്നെ. കർത്തൃദാസൻ ജീസനാ എൻ്റെ കൂടെ പാടാൻ നിൽക്കുന്നത്. ജീസന്റെ ബ്രദർ ലോട്ട്സൺ. എനിക്ക് ഒത്തിരി ഹൃദയെടുപ്പുള്ള ഇവർ രണ്ടുപേരും. ഇവരുടെ പിതാവ് ഒരു ദൈവദാസനായിരുന്നു. 33 വർഷം മുമ്പ് മറവക്കാട് ആ തീരപ്രദേശത്ത് സജിമോൻ പാസ്റ്റർ യോഗത്തിന് പ്രസംഗിക്കുമ്പോൾ എനിക്ക് 11 വയസ്സ്, ലോട്ട്സന് 12 വയസ്സ്. ഞാൻ പ്രസംഗിച്ചു, ലോട്ട്സൺ പാടി. അതിനുശേഷം 33 വർഷം ശേഷം ഓസ്ട്രേലിയയിലെ യുണൈറ്റഡ് പെന്തക്കോസ്റ്റൽ കോൺഫറൻസിന് ഞാൻ പ്രസംഗിച്ചു, ലോട്ട്സൺ പാടി. ഒരു കാര്യം എനിക്കറിയാം, ഇരുന്നു പോയവരൊക്കെ കർത്താവ് തൊട്ടാൽ ഇന്ന് രാത്രി ഞങ്ങൾ ഈ പറയുന്നത് യാഥാർത്ഥ്യമാണ്. നിന്റെ വീടിനെ കർത്താവ് തൊടും. റാന്നിന്ന് ആദ്യകാലത്ത് വിശ്വാസത്തിൽ വന്ന ഒരു കുടുംബമാണ്, വലിയത്തെ കുടുംബം.
എൻ്റെ വല്യമ്മച്ചിയുടെ ചേടത്തിയുടെ മോളാ അമലിക്കൊച്ചമ്മ. ആ കുടുംബമൊക്കെ നിമിത്തമാ ഞങ്ങളൊക്കെ കർത്താവിൻ്റെ കൃപയിലേക്ക് വന്നത്. ഇന്ന് സൈലസ് പാസ്റ്ററെ പോലെ നൂറുകണക്കിന് ദൈവദാസന്മാർ എൻ്റെ കുടുംബത്തിലുണ്ട്. ഒരു കാര്യം ഞാൻ പറയാം, ഒരാളെ ദൈവം തൊട്ടാൽ, ഞാൻ പ്രാർത്ഥിച്ച് നിർത്തിയതാ, പക്ഷെ ദൈവം എന്നെ സമ്മതിക്കുന്നില്ല. ഇവിടെ വരെ വന്നേച്ച് ദൈവം എന്നെ സമ്മതിക്കുന്നില്ല. നിങ്ങൾക്കൊരു പ്രത്യേക പ്രാർത്ഥന ആവശ്യമുണ്ടെങ്കിൽ ഈ പാട്ട് പാടുന്ന സമയത്ത് നിങ്ങൾ മുന്നോട്ട് പോവാം. ആരെങ്കിലും വരാൻ വേണ്ടി ആരും നിൽക്കണ്ട. നിങ്ങൾക്ക് നിർബന്ധം ഉണ്ടെങ്കിൽ വന്നാൽ മതി. യോഗം കഴിഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കാൻ നിൽക്കത്തുമില്ല. അതുകൊണ്ട് ഇന്ന് രാത്രികാലം ആർക്കെങ്കിലും പ്രാർത്ഥന ആവശ്യമുണ്ടെങ്കിൽ വേഗം നിങ്ങൾ നടന്ന് മുന്നോട്ട് പോകാം. നിങ്ങളെ ഒന്ന് തൊട്ട് പ്രാർത്ഥിക്കാൻ പരിശുദ്ധാത്മാവ് എനിക്ക് ഒരു ആത്മനിയോഗം നൽകുന്നുണ്ട്. ഇരുന്നു പോയ ചില അനുഭവങ്ങളെ ഇന്ന് രാത്രി ദൈവാത്മാവ് തൊടുന്നു. ശാബാരാധാര ഊഠാര രകൽക്കട. ഈ പാട്ട് നടക്കുന്ന സമയത്ത് മുന്നോട്ട് പോവാ. കർത്താവ് ഇന്ന് രാത്രി നിങ്ങളെ തൊടുന്നുണ്ട്. നിങ്ങളുടെ വീടിനെ ദൈവം തൊടുന്നുണ്ട്. വേഗം വന്നാട്ട് ദൈവത്തിന്റെ ഇങ്ങി വന്നാട്ട് ദൈവത്തിന് സ്തോത്രം. ഇങ്ങോട്ട് കയറി വന്നാട്ട് പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി ചിലരുടെ കുടുംബങ്ങളെ തൊടുന്നത് എനിക്കറിയാം. ചില പ്രിയപ്പെട്ടവരുടെ ചരിത്രത്തെ ദൈവം ഇന്ന് രാത്രി മാറ്റാൻ പോവുക. ഒരാൾ വരാൻ വേണ്ടി ഒന്നും നിൽക്കേണ്ട, വേഗം പോര്. കർത്താവ് ഈ രാത്രി നിങ്ങളെ തൊടുക. ചേർന്ന് പാട് ദൈവത്തെ സ്തുതിച്ചാട്ട്. ഇത് നിങ്ങളുടെ അത്ഭുതത്തിന്റെ രാത്രിയാ. ഇത് നിങ്ങളുടെ വിടുതലിന്റെ രാത്രിയാ. ഇത് നിങ്ങൾക്ക് വേണ്ടി ദൈവം അത്ഭുതം ചെയ്യുന്ന രാത്രിയാ. ലാഭമോ നഷ്ടമതോ ആരായോ ചെങ്കടലോ യെരിഹോ യോർദാനോ ഉയർച്ച താഴ്ച